ഇസ്രയേലും അമേരിക്കയും വിറയ്ക്കും ഇവർക്ക് മുന്നിൽ. ചെങ്കടൽ ഭരിക്കുന്ന ഹൂതികൾ ലോകത്തിനെ വിറപ്പിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇസ്രയേലിന് അതിശക്തമായ പ്രതിരോധം തീർക്കുന്ന ഹൂതികൾ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ശരിക്കും ആശങ്ക ഉയർത്തുന്ന വാർത്ത തന്നെയാണിത്. 2 ലക്ഷത്തിലധികം പുതിയ പോരാളികളെയാണ് ഹൂതി വിമതർ പുതുതായി റിക്രൂട്ട് ചെയ്യുന്നത്. ഹൂതി വക്താവ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ സമ്മർദ്ദം എന്ന നിലയിലാണ് ഹൂതി വിമതർ ഇസ്രയേലി കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കുവാൻ തുടങ്ങിയത്. തങ്ങൾക്ക് സ്വാധീനമുള്ള ബാബ് അൽ ദ്വീപിൽ നിന്ന് സൂയസ് കനാലിലേക്ക് പ്രവേശിക്കുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നത്. ഇസ്രയേലിന്റെയും സഖ്യരാഷ്ട്രങ്ങളുടെയും ചരക്കു കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു രാജ്യത്തിനും ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അതിഗുരുതരമായ അവസ്ഥയാണുള്ളത്. യമനിലെ വിമത ഗ്രൂപ്പായ ഹൂതികൾക്ക് രാജ്യത്ത് ശക്തമായ പൊതുസമ്മതിയുണ്ട്. രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും സാമ്പത്തിക സൈനിക സഹായവും ഹൂതികൾക്ക് ലഭിക്കുന്നുണ്ട്. ഗാസയിലെ ആക്രമണം തുടങ്ങിയ ശേഷം 10,000-കണക്കിന് യമനികളാണ് ഹൂതി വിമത സംഘടനയിൽ ചേർന്നത്. 2014 യമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയത്. ഇതിന് ഉടനെയൊന്നും ശമനമുണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തയിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഹൂതികൾ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് ശക്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൂതികളുടെ ആക്രമണം ഗാസയിൽ വെടിനിർത്തൽ വൈകിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും സമാധാനം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. ഇസ്രയേൽ സയനിസ്റ്റുകളെയും അവരുമായി സഖ്യത്തിലുള്ള അമേരിക്കയെയും UK-യും മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്നും അവരല്ലാതെ മറ്റാരും തങ്ങളുടെ ശത്രുക്കളല്ലെന്നുമാണ് ഹൂതികൾ പറയുന്നത്. ഇസ്രയേലിന്റെ പലസ്തീൻ ആക്രമണം ഹൂതികൾക്ക് മുമ്പെങ്ങുമില്ലാത്ത സ്വീകാര്യതയാണ് യമനിൽ നേടിക്കൊടുക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തിനിടയിലും ഇസ്രയേലിനെ പൊതുശത്രുവായി കണ്ടുകൊണ്ട് പലസ്തീന് പിന്തുണ നൽകുകയാണ് യമനികൾ. പലസ്തീന് പിന്തുണ നൽകുന്നിടത്തോളം കാലം ഹൂതികൾക്ക് അവരുടെ ബദ്ധശത്രുക്കളുടെ പോലും പൂർണ്ണ പിന്തുണ ലഭിക്കും. യമൻ ആഭ്യന്തര യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടതോടുകൂടി ഹൂതികൾക്ക് പിന്തുണ കൂടിയിരുന്നു. ഇപ്പോൾ പലസ്തീൻ ആക്രമണം കൂടിയായപ്പോൾ ഹൂതികളുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ മാസം മുതൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇതിനെ തടുക്കുവാനായി ജനുവരിയിൽ അമേരിക്ക അന്തർദേശീയ ഷിപ്പിംഗ് സഖ്യം ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴും മേഖലയിൽ കപ്പലുകൾ സുരക്ഷിതമല്ല. മാത്രമല്ല അമേരിക്കക്കെതിരെയുള്ള ജനവികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാനും ഹൂതികൾക്ക് കഴിഞ്ഞു. ഹമാസിനെ തകർത്താലും ഇറാന്റെ പിന്തുണയോടെ ശക്തി പ്രാപിച്ചു വരുന്ന ഹൂതികളും ലെബനോനിലെ ഹിസ്ബുല്ലയും ഇസ്രയേലിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുക തന്നെ ചെയ്യും. ഹമാസ് ഉന്മൂലനം ചെയ്യപ്പെട്ടാലും ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്നത് പോലെ പ്രദേശത്ത് സമാധാനം ഉണ്ടാകില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.